അന്വേഷണക്കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്. ഞാൻ ലിയാനയുടെ ഫാദറാണ്. ലിയാനയുടെ പഠനത്തെപ്പറ്റി എനിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഒരു പഠന സമ്പ്രദായത്തിൽ കാണാതെ പഠിച്ച് A+ വാങ്ങുക, ഒന്നാം സ്ഥാനത്തെത്തുക, അങ്ങനെയുള്ള ഒരു രീതിയോട് എനിക്ക് താല്പര്യം വളരെ കുറവായിരുന്നു. എന്ത് പഠിക്കുന്നു എന്നതിനേക്കാളും എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ കുട്ടിയെ ചേർക്കുന്നത്. കൊറോണ വന്നത് മൂലവും അംഗനവാടി ടൈമും LKG ഒന്നും അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫൗണ്ടേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 1ാം ക്ലാസ്സിലെത്തുമ്പോൾ അക്ഷരങ്ങൾ കായ്ക്കയോ IEO എഴുതാൻ അറിയാത്തൊരു സ്റ്റേജിലാണ്. വളരെ ആശങ്കയോടെയാണ് ഞാൻ സ്കൂളിലേക്ക് വിടുന്നത്. പക്ഷേ ഈ കുഞ്ഞെഴുത്തിലൂടെ അദ്ദേഹം ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നതും എഴുതുന്നതും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും ആ ഒരു പഠന രീതി ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഡയറി എഴുത്ത് അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. തുടക്കത്തിൽ ഇതൊക്കെ എങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ചിന്തയായിരുന്നു. ആദ്യം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നീട് അടുത്ത സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലാതെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് അദ്ദേഹം എഴുതുന്നത്. അത് വളരെ വേഗം എഴുതി തീർക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ ആ ഒരു ഉദ്ദേശം സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും 6 മാസങ്ങൾക്ക് മുമ്പ് എഴുതാനോ അല്ലെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങൾ അറിയാതിരുന്ന ഒരു കുട്ടി 6 മാസങ്ങൾക്ക് ശേഷം ഇതുപോലെ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ ആ വിദ്യാഭ്യാസ രീതിയുടെ അല്ലെങ്കിൽ കുഞ്ഞെഴുത്തിൻ്റെ ഇതുപോലെ ഡയറി എഴുത്ത് അത് ഒരുപാട് വിജയം കണ്ടു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പഠനത്തെ പോസിറ്റീവായിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയ, താല്പര്യം ഉണ്ടാക്കിയ യമുന ടീച്ചർക്കും ഞാൻ നന്ദി പറയുന്നു. അന്വേഷണക്കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്.